പറഞ്ഞിട്ടുള്ളത്. അരുൾക അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോ കർത്താവേ നിന്റെ ദാസർക്ക് ദൈവഹീനത്തെ നീ കാട്ടുക. അരുൾക അരുൾക പ്രാർത്ഥിക്കുമ്പോ കർത്താവേ കർത്താവേ നിന്റെ ദാസർക്ക് ദൈവഹീനത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാ ഉള്ളതാവൻ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിയിക്കാൻ. ഒരുമിച്ച് പാടിക്കുക. അടിയാനും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിയിക്കാൻ. അരുൾക 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 പ്രാർത്ഥിക്കുമ്പോൾ പാടിക്കെ കർത്താവേ കർത്താവേ നീ നിന്റെ ദാസർക്ക് ദൈവഹീനത്തെ നീ പാടിക്കെ കർത്താവേ കർത്താവേ ദൈവഹീനത്തെ ഒരിക്കൽ കൂടി ജനം ശതമുയർത്തി അരുൾക അരുൾക അരുൾക. പ്രാർത്ഥനയോട് പറഞ്ഞേ കർത്താവേ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദൈവഹീനത്തെ ദൈവഹീനത്തെ നീ കർത്താവേ നീ നിന്റെ ദാസർക്ക് പരിശുദ്ധാത്മാവേ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ നടുവിലുള്ളവരായി നന്ദി. ഈ ജനത്തെ അങ്ങേക്കറിയാം, ഇവരുടെ പേര് അങ്ങേക്കറിയാം, ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങേക്കറിയാം. ഈ രാത്രി ഇവർ കേൾക്കുവാൻ കൊതിക്കുന്ന വാക്കുകളെ അങ്ങേക്കറിയാം. നാം ഈ ജനത്തോടെ ആഴത്തിൽ സംസാരിക്കാൻ തുടങ്ങണമേ കർത്താവേ. നല്ല നിലത്തു വീണ വിത്തുപോലെ 100, 60, 30 മേനിയായി ഫലം കായ്ക്കത്തക്ക വിധത്തിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഈ രാത്രി വചനത്തിന്റെ മാരിയുടെ പെയ്തു തുടങ്ങേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവശക്തിയുടെ കാതിലൊഴുങ്ങി ഈ രാത്രി യേശുവിന്റെ നാമത്തിലൂടെ സമാധാനം തിരിച്ചറിയാൻ ബുദ്ധിയെത്തും. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ആമേൻ സ്തോത്രം പരിശുദ്ധി ആത്മാവിനും നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ ഈ വചനത്തെ ഈ രാത്രി ഉറപ്പിക്കും. അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന വചനത്തിൽ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി അത്യുച്ചത്തിൽ ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി
ഈ സഭയുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, വചനം കേൾക്കുവാൻ ആവേശത്തോടെ വന്നുകൂടിയിരിക്കുന്ന ദൈവജനം, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന കോയത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരെയും വളരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായി നമ്മൾ ഒരു വചനത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഘട്ടങ്ങൾ സാധ്യതയില്ല. അതിന്റെ 1-2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ വിഷയം നീതീകരണം, രണ്ടാമത്തെ വിഷയം വിശുദ്ധീകരണം. എന്തുകൊണ്ട് തേജസ്കരണം പറയുന്നതിന് മുൻപ് നീതീകരണവും വിശുദ്ധീകരണവും പറഞ്ഞുവെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് വേഗം വരാം. റോമാലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അടുത്തത് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം 22-ാം വാക്യം വായിച്ചു. 22-ാം വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം അതിന്റെ അന്തം നിത്യജീവൻ എന്നുള്ള ഇടത്ത് തേജസ്കരണം എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിന്റെ ഫലം എന്തുവാ? വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിന്റെ അന്തം എന്തുവാ? നിത്യജീവൻ. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവന് വിശുദ്ധീകരണവും, വിശുദ്ധീകരണത്തിന്റെ അന്തം നിത്യജീവനും അഥവാ തേജസ്കരണം. ഡയറക്റ്റ് കയറി തേജസ്കരണം പറയാൻ പറ്റത്തില്ല. അത് പറയണമെങ്കിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അഥവാ നീതീകരണവും അതിന്റെ ഫലം വിശുദ്ധീകരണവും പറഞ്ഞിട്ട് തേജസ്കരണത്തിൽ നമുക്ക് ശരിക്കും ചെന്ന് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഭാഗങ്ങൾ ക്രമീകൃതമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. ഞാൻ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ന്യായമായി സംശയം ഞാൻ പ്രസംഗിച്ച വിഷയങ്ങളെ കുറിച്ച് ഉണ്ടെങ്കിൽ ഈ ആരാധനയ്ക്ക് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിച്ച ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞു തരുവാൻ എനിക്ക് മനസ്സുണ്ട്. കർത്താവ് ആ നിലയിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ ബെനോയിലുള്ളവരുടെ പ്രത്യേകത സ്തോത്രം കേട്ട വചനം അങ്ങനെ തന്നെയോ എന്നവർ പരിശോധിച്ചു. ഇവിടെ നീതീകരണം വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ 2 നിലയിൽ നമ്മൾ അതിനെ ചിന്തിക്കണം. നീതീകരണം പാപത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കുന്നതാണെങ്കിൽ വിശുദ്ധീകരണം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ സംഭവിക്കുന്നു. ഇന്നലെ ലാസ്റ്റിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആ വാക്ക് പറഞ്ഞു. ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. സ്മോക്കിംഗ് നിർത്തി. പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ എവിടെയോ നിന്ന കൂട്ടത്തിൽ തന്റെ സമീപം നിൽക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുകയും, ഇദ്ദേഹം ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഇദ്ദേഹം വലിക്കാറില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുകയായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാം? വലിച്ചില്ല, പക്ഷെ ആസ്വദിച്ചു. വലിക്കുന്നില്ല, അത് പാപത്തിൽ നിന്നുള്ള വിടുതൽ. പക്ഷേ ഈ ആസ്വാദനം പോയിട്ടില്ല. സത്യത്തിൽ ആസ്വാദനമാണ് പാപത്തിന്റെ ശക്തി. പലരും പാപം ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ പാപത്തിന്റെ ആസ്വാദനം അവസാനിപ്പിച്ചിട്ടില്ല, ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നീതീകരണം പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണെങ്കിൽ വിശുദ്ധീകരണം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതാണ്. ഇതിന്റെ അന്ത്യമാണ് വിശുദ്ധീകരണം. തേജസ്കരണം. ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞാൽ പോരാ, ഒരിക്കൽ കൂടെ. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ലക്ഷണം എന്താണെന്നറിയോ? നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ലക്ഷണം 6 പാക്ക് മസിലല്ല, 6 അടി നീളമില്ല. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഭക്ഷണവും കഴിച്ചാൽ ഡൈജസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് കിഴങ്ങ് പറ്റത്തില്ല, ചിലർക്ക് റെഡ് മീറ്റ് പറ്റത്തില്ല, ചിലർക്ക് ഷുഗർ പറ്റത്തില്ല. ഓരോരോ പ്രശ്നങ്ങൾ.
സ്തോത്രം. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ലക്ഷണമല്ല ഇതൊന്നും. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന്റെ ലക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കും. കഴിക്കുന്നതെല്ലാം ഡൈജസ്റ്റ് ആകും. ഇത് തന്നെയാണ് നല്ല ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണം. ഗ്ലോറി. നല്ല ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണം നല്ല കൊയറല്ല, നല്ല സിസ്റ്റം അല്ല, പ്രൊജക്ടർ അല്ല, നല്ല പ്രീച്ചർ അല്ല, നല്ല പാസ്റ്റർ അല്ല. നല്ല ആരോഗ്യമുള്ള സഭയുടെ ലക്ഷണം ഏത് വചനം കേട്ടാലും മനസ്സിലാകുന്നു എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ ആ വചനത്തോടുള്ള ടേസ്റ്റ് ഇരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ ഒത്തിരി അനുഗ്രഹിക്കുന്നത്. ഞാൻ ഈ വാക്യത്തിലേക്ക് വരിക. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഞാൻ ആരംഭ ദിവസത്തിൽ പറഞ്ഞു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നമ്മൾ എന്താ പറയും? ഒന്ന് പ്രതികരിക്കുന്ന പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്ന ആരെയും പുകകൊണ്ട് നിറയുന്ന അതിമഹത്വമായ സ്ഥലത്തിന്റെ പേരാണ് മൂന്നാം സ്വർഗം. ആ സ്വർഗത്തെ വിളിക്കാൻ കഴിയുന്ന പേരാണ് അത്യുന്നത സ്വർഗം. അതാണ് അത്യുന്നത സ്വർഗം. അപ്പൊ പൗലോസ് പോയത് നക്ഷത്രമണ്ഡലമായ ഒന്നാം സ്വർഗത്തിലല്ല, ദൂതന്മാർ അധിവസിക്കുന്ന രണ്ടാം സ്വർഗത്തിലല്ല, അതിന്റെ മീതെ സർവശക്തൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ മൂന്നാം സ്വർഗത്തിലേക്കാണ് പൗലോസ് എടുക്കപ്പെട്ടത്. അവിടെ ചെന്ന് അവൻ മഹത്വം കണ്ടത്. ഈ മഹത്വത്തെ രണ്ടായി കാണേണ്ടതുണ്ട്. ഒന്ന് വർത്തമാനകാല മഹത്വം, രണ്ട് ഭാവികാല മഹത്വം. എല്ലാവരും പറഞ്ഞു വർത്തമാനകാല മഹത്വം, ഭാവികാല മഹത്വം. വർത്തമാനകാല മഹത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രാപിക്കേണ്ടുന്ന മഹത്വം, ഇപ്പോഴുള്ള മഹത്വം. ഭാവികാല മഹത്വം എന്ന് പറയുന്നത് നാളെ പ്രാപിക്കുവാൻ ഇരിക്കുന്നത്. നമ്മൾ വിധി തന്നെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ്. നമ്മുടെ വിളി എന്തിനാ? പറ. മഹത്വം. അമ്മേ, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അല്ലോ അവൻ സുവിശേഷ ഘോഷണത്താൽ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചു. നോക്കിക്കേ, നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം വലിയ കാർ വാങ്ങാനല്ല, വലിയ വീടുണ്ടാക്കാനല്ല, കൊച്ചിനെ നല്ലതിനെ കെട്ടിക്കാനല്ല, നല്ല ജോലി കിട്ടാനല്ല, ഇവിടെ എന്തെങ്കിലും നന്നായി ജീവിക്കാനല്ല. നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. ഈ മഹത്വം ഇവിടെ പ്രാപിക്കണം, ഈ മഹത്വം അവിടെ പ്രാപിക്കണം. ഇന്ന് രാത്രി ഈ അന്തരീക്ഷം ഇവിടെ മാറാൻ പോകും. ഇത് പ്രസംഗിച്ച് തീർക്കുക എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇന്ന് രാത്രി കൊണ്ട് ഇത് തീർന്നാൽ നാളെ അടുത്ത ഒരു സബ്ജക്ട് കൂടെ പറഞ്ഞ് വളരെ അറിയേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയത്. ഇന്ന് രാത്രി ഇത് തീർന്നില്ലെങ്കിൽ നാളെ കൊണ്ട് നമ്മൾ തീർക്കും, ഒരു കുഴപ്പമില്ല. ശബ്ദം പറഞ്ഞു. അപ്പൊ നമ്മുടെ കർത്താവായ നമ്മെ വിളിച്ചതിന് മഹത്വം പ്രാപിപ്പാൻ. അടുത്തിരിക്കുന്ന ആളോട് പറ, മഹത്വം പ്രാപിപ്പാൻ വിളിച്ചേക്കുക. പറഞ്ഞേ നമ്മെ വിളിച്ചതെന്തിനാ? മഹത്വം പ്രാപിപ്പാൻ. ഓ ജീസസ്. വലിയ വലിയ പള്ളികളെ ചാടിക്കടന്ന്, മധുമകളെ ഈ കുടുംബക്കല്ലറകളെ ചാടിക്കടന്ന് ആമേൻ ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ആക്കുകയും ഉയർത്തുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ സകലരും വിട്ടെറിഞ്ഞ് നാം ജീവിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളത്. ഓ ജീസസ്. ഞാനതിനെ ഒന്ന് വ്യത്യസ്തമാക്കി പറയാൻ പോവുക. ഇവിടെ അവന്റെ മഹത്വം ചുമക്കുക, അവിടെ അവന്റെ മഹത്വം പ്രാപിക്കുക. ഇവിടെ ചുമക്കണം, അവിടെ പ്രാപിക്കണം. അതെന്തോ ഈ വർത്തമാനകാലം അങ്ങനെ ഒരു സാധനം ഉണ്ട്. ജീസസ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യം അവിടെ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ
എന്തുവാ? യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം എവിടെ? ഏതാ യേശുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്? മറിയുമ്പോൾ മറിയും. ഒരലക്കുകാരന് അലക്ക് വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായില്ലേ? ആമേൻ. മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചില്ലേ? അതാ യേശുവിന്റെ മുഖത്ത് ഉണ്ടായ പരിജ്ഞാനം, തേജസ്. ഈ തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണമെന്ന്. ഇതാ വർത്തമാനകാല മഹത്വം. ഇത് പ്രാപിച്ച ചില പുള്ളികളുണ്ട് കേട്ടോ. ഇത് പ്രാപിച്ച ചില പുള്ളികളുണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലെ ഒരു പുള്ളിയുടെ പേര് പറയാം. ആ പുള്ളിയുടെ പേരാണ് മോശ. വർത്തമാനകാല മഹത്വം പ്രാപിച്ച ഒരാളാണ് മോശ. മോശ എങ്ങനെ വർത്തമാനകാല മഹത്വം പ്രാപിച്ചതെന്ന് ഞാൻ പറയാം, ഗൗരവത്തോടെ കേട്ടു. മോശ വർത്തമാനകാല മഹത്വം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കാലെടുത്ത് വെച്ചാൽ വാഗ്ദത്തത്തിലാണ്. അവിടെ ചെന്ന് നിന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. പക്ഷേ എന്താ പറഞ്ഞേ? നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. മോശം ഒരു ചോദ്യം, നിനക്ക് വാഗ്ദത്തമാണോ വേണ്ടുന്നത്, നിനക്ക് സാന്നിധ്യമാണോ വേണ്ടുന്നത്? മോശ പറയുന്നത്, സാന്നിധ്യമില്ലാതെ വാഗ്ദത്തത്തിൽ നിൽക്കുന്നതിനേക്കാൾ വാഗ്ദത്തം ഇല്ലെങ്കിലും സാന്നിധ്യത്തിൽ നിൽക്കുന്നതായി എനിക്ക് ചർച്ചയിലുള്ള ദൈവജനത്തെ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സാന്നിധ്യമില്ലാതെ വാഗ്ദത്തം പ്രാപിക്കുന്നതിനേക്കാൾ വാഗ്ദത്തം ഇല്ലെങ്കിലും സാന്നിധ്യത്തിൽ തുടരുന്നതാണ് ഈ രാത്രി ഏറ്റവും നല്ലത്. അതെന്താ മാസ്റ്റർ അങ്ങനെ പറയുന്നത്? വാഗ്ദത്തം എന്ന് പറയുന്നത് ദാനമാണ്. വാഗ്ദത്തം ദാനം, സാന്നിധ്യത്തിലുള്ളത് ദാതാവാണ്. വാഗ്ദത്തം മതിയെങ്കിൽ നിനക്ക് ദാനം കിട്ടും, സാന്നിധ്യമാണെങ്കിൽ നിനക്ക് ദാതാവിനെ കിട്ടും. ദാനവും ദാതാവും തമ്മിലുള്ള വ്യത്യാസം. ഞാന് ഈ ലേസർ പെന്ന് ഈ ബ്രദറിന് കൊടുത്തു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ പെന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ദാനം 1000 രൂപ വില വരുന്നുള്ളൂ ദാനം. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഞാൻ കൂടെ വന്നാലുണ്ടല്ലോ, ഇതെവിടെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലാക്കുന്നുണ്ടോ? നിനക്ക് ദാനം വേണോ, ദാതാവിന് വേണം. നിനക്ക് ദാനം മതിയെങ്കിൽ ആ ദാനം മാത്രം കിട്ടും. എന്നാൽ നിനക്ക് ദാതാവിനെ മതിയെങ്കിൽ അവനോടുകൂടെ ഒരു ദാനമല്ല, സകലവിധ സകലവിധ. ഞാനൊരു കാര്യമാണ് സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ. മോശയ്ക്ക് വേണമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ചാകാമായിരുന്നു. ഏതാ സാന്നിധ്യം വേണമെന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പുള്ളി ചത്തേന്, നിത്യത പോയതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് പ്രാപിക്കാൻ പറ്റത്തില്ലായിരുന്നു. രാമേ പറഞ്ഞു. ഇവിടെ പുള്ളി പറയുക, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇവിടെ വന്നിട്ടുള്ളതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നിന്റെ സാന്നിധ്യം മതി എന്ന് നിലവിളിക്കുന്ന ചിലര് ഈ രാത്രി ഇവിടെ ഉള്ളതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് പറഞ്ഞ മോശയെ നോക്കി ദൈവം പറഞ്ഞ വാക്കിതാ, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. സാന്നിധ്യം കൊതിക്കുന്ന നിന്നെ നിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും. സാന്നിധ്യം കൊതിക്കുന്ന നിന്റെ ഭർത്താവിനും നിന്റെ ഭാര്യയ്ക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ സാന്നിധ്യം കൊതിക്കുന്ന നിന്നെ ആരും അറിഞ്ഞില്ലെങ്കിൽ ഈ രാത്രി പരിശുദ്ധിയാത്മാ പറയുന്നു, നിന്റെ ദൈവത്തിനറിയാം. ഈ രാത്രി വായു ആരും അറിഞ്ഞില്ലെങ്കിൽ വീട്ടുകല്ല, എനിക്കിന്ന് രാത്രി നിന്റെ സാന്നിധ്യം മതി, എനിക്കിന്ന് രാത്രി നിന്റെ സാന്നിധ്യം മതി. ഇത് രാത്രി ഇപ്പോൾ മുതൽ പരിശുദ്ധിയാത്മാവ് ചിലരെ ഇതിന്റെ നടുവിൽ തൊട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇപ്പോൾ മുതൽ ചിലരെ ആത്മാവ് ഇതിന്റെ നടുവിൽ തൊട്ട് തുടങ്ങാൻ പോകുക. ഇതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ പറയാം. സാന്നിധ്യം 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 എന്ന് ആവർത്തിച്ച് 2 തവണ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ
അറിയാതെ കരഞ്ഞു പോകും. കണ്ണിൽ കുത്തിയാൽ കണ്ണുനീര് വരാത്തവന് കണ്ണിൽ നിന്ന് മഴ വീട്ടിൽ നിന്ന് ഉയരുന്നത് പോലെ നിലവിളി ഉയരുന്ന പ്രാർത്ഥനയേറെ. അത് സാന്ത്യത്തിന് വേണ്ടിയുള്ള നിലവിളിയിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് ചിലർ ഇതിന്റെ നടുവിൽ തോട്ടു തുടങ്ങുന്നു. ചിലർ ഇതിന്റെ നടുവിൽ തോട്ടു തുടങ്ങുന്നു. ഈ രാത്രി കരയണമെങ്കിൽ കരഞ്ഞു വേണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം, കരയണമെങ്കിൽ കരയണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം. നീ കരയുന്നത് ഏതോ വാഗ്ദത്തത്തിന് വേണ്ടിയല്ല, നീ കരയുന്നത് സാക്ഷാൽ സാന്നിധ്യത്തിന് വേണ്ടിയാ. രണ്ടാം പ്രാവശ്യവും മോശം പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നയിക്കരുത്. ദൈവം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. മൂന്നാം പ്രാവശ്യവും മോശം പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നയിക്കരുത്. ദൈവം അവനെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നതല്ല പറഞ്ഞത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അറിയുന്നത് വേറെ, അടുത്തറിയുന്നത് വേറെ. അറിയുന്നത് വേറെ, അടുത്തറിയുന്നത് വേറെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സാന്നിധ്യത്തിനായി അവൻ കൊതിക്കുന്ന സ്വഭാവം ഈ രാത്രി നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ അറിയുകയല്ല, ദൈവം നിന്നെ അടുത്തറിയും. മൂന്നാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോ മോശയെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ എന്റെ മഹത്വം നിന്നെ കാണിക്കാം. ചോദിച്ചത് എന്തുവാ? ദൈവം ഇപ്പോ ഓഫർ ചെയ്യുന്നത് എന്തുവാ? അങ്ങനെയാ ദൈവത്തിന്റെ പദ്ധതി. സാന്നിധ്യം കൊതിച്ചാൽ നിന്റെ മേൽ വെളിപ്പെടുന്നത് മഹത്വമാണ്. സാന്നിധ്യം കൊതിച്ചാൽ നിന്റെ മേൽ വെളിപ്പെടുന്നത് മഹത്വമാണ്. ഇവിടെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പെടുന്നത്. ചോദിച്ചത് സാന്നിധ്യം, ഓഫർ ചെയ്യുന്നത് മഹത്വം. പാസ്റ്റർ, സാന്നിധ്യവും മഹത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. യെസ്, ഭയങ്കര വ്യത്യാസം. സാന്നിധ്യം എന്താ? സാന്നിധ്യം അനുഭവിക്കാം, ശരീരത്തിൽ അനുഭവിക്കാം, ആത്മാവിൽ അനുഭവിക്കാം. പക്ഷെ മഹത്വം അനുഭവിക്കുക മാത്രമല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ അതിനെ കാണും. ഈ രാത്രി അനുഭവിച്ചാൽ മതിയോ? കാണണമോ? അനുഭവിച്ചാൽ മതിയോ? കാണണമോ? അനുഭവിക്കാൻ സാന്നിധ്യം മതി, എന്നാൽ കാണണമെങ്കിൽ മഹത്വം ഇറങ്ങണം. മഹത്വം ഇറങ്ങിയിടത്തെല്ലാം ജനം അത് കണ്ടിട്ടുണ്ട്. ഈ രാത്രി സ്വന്തം കണ്ണുകൊണ്ട് മഹത്വത്തെ കാണാൻ സാധ്യതയുള്ള ചിലർ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നീ അനുഭവിക്കുകയല്ല, ആരാധനകൾ നീ മറിയുകയല്ല, ആരാധനകൾ നീ വീഴുകയല്ല, ആരാധനകൾ നീ ഉരുളുകയല്ല, ആരാധനകൾ നീ അവന്റെ മഹത്വം കാണാൻ പോവുക. മോശയോട് ആവശ്യപ്പെടുന്നത്, പക്ഷെ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. സാധാരണക്കാരൻ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് സാന്നിധ്യം അനുഭവിക്കാം, പക്ഷെ മഹത്വം കാണാൻ പറ്റത്തില്ല. മഹത്വം കാണാൻ പറ്റണമെങ്കിൽ നീയും കർത്താവും മാത്രമുള്ള സ്ഥലമുണ്ട്, അവിടോട്ട് കയറിയിരിക്കാൻ കഴിയണം. ഞാൻ ആ സ്ഥലത്തിന് ഒരു പേര് കൊടുക്കാൻ പോയി. അതത്രേ ദൈവത്തിന്റെ രഹസ്യ സ്ഥലം. സീക്രട്ട് പ്ലേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രഹസ്യ സ്ഥലം. അവിടെ ഭർത്താവ് കാണും, അവിടെ മക്കൾ കാണുന്നില്ല, അവിടെ സഭക്കാർ കാണുന്നില്ല, അവിടെ പാസ്റ്റേഴ്സ് കാണുന്നില്ല. ദൈവവും ആ വ്യക്തികളും തന്നെ അവൻ മാത്രമുള്ള ഒരു പ്രത്യേക ഇടം. അത് ചിലപ്പോ നിന്റെ ആരാധനാലയമാകാം, നിന്റെ പ്രാർത്ഥന മുറിയാകാം, നിന്റെ ബെഡ്റൂമാകാം, ഒരു പക്ഷേ നിന്റെ വാഹനമാകാം. ഓ ജീസസ്. ഘടകജാന ശബ്ദ ഖമന ഘടകമുള്ള വൈദഗ്ധ്യമാതന അർത്ഥജന ഘടകജന. പല സന്ദർഭങ്ങളിലും എന്റെ വണ്ടിക്കകത്ത് ഞാൻ അസാധാരണ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. അമ്മേ, പല സന്ദർഭങ്ങളിലും അമ്മേ രാത്രി 2 മണിക്കും 3 മണിക്കും മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം പ്രഭാതത്തിൽ 6 മണിക്കും 5 മണിക്കും യാത്ര ചെയ്യേണ്ടതായി വരുന്നു. 2 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന സമയങ്ങളിൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ പിന്നീടുള്ള പ്രാർത്ഥനകൾ മുഴുവൻ വാഹനത്തിന്റെ അകത്ത് എത്രയോ തവണ എന്റെ വണ്ടിക്കകത്ത് അസാധാരണമായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ദൈവത്തിന്റെ രഹസ്യ സ്ഥലം നിന്റെ വീടാകാം, നിന്റെ പ്രാർത്ഥന മുറിയാകാം, നിന്റെ ആരാധന സ്ഥലമാകാം, അതുമല്ലെങ്കിൽ നിന്റെ വാഹനമാകാം. നീയും ദൈവവും മാത്രം സംസാരിക്കുന്ന, മറ്റെല്ലാം മറന്നിരിക്കുന്ന ആ സ്ഥലത്തെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ രഹസ്യ സ്ഥലം. മോശ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് നമ്മെ കയറിയിരുന്നു. എത്ര ദിവസം? 40 ദിവസം. 40 ദിവസം മോശ ദൈവത്തിന്റെ രഹസ്യ സ്ഥലത്ത് ഇരുന്നിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോ
മോശയുടെ മുഖത്തിനൊരു മാറ്റം. വിക്കു മാറിയില്ല, പക്ഷെ ത്വക്ക് മാറി. മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. വൈകേറ്റ് എന്ന് പറയുന്ന ബൈബിൾ പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത് ഇടിമിന്നൽ ഇടിമിന്നൽ കണ്ടിട്ടുണ്ടോ? ഇടിമിന്നൽ കണ്ടിട്ടുണ്ടോ? ഇടിമിന്നൽ ചാടി പുറപ്പെടുന്നത് പോലെ മോശയുടെ മുഖത്തു നിന്ന് പ്രകാശം ചാടി പുറപ്പെട്ടു. ഉടനെ ഇസ്രായേൽ ജനം പറയുക, മോശേ, നിന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കാൻ മേല, ഒരു 3 വടം എടുത്ത് മുഖത്തിട്. ഇതാ മഹത്വം, ഇതാ മഹത്വം. ഇടിമിന്നൽ ചാടി പുറപ്പെടുന്നത് പോലെ മറ്റുള്ളവർക്ക് കാണത്തക്ക വണ്ണം അവന്റെ ത്വക്കിനെ കത്തിച്ചതിന്റെ പേര് മഹത്വം. ഇതാ വർത്തമാന കാലമാണ്. ഇത് തന്നെ പ്രാപിച്ച വേറൊരുത്തനുണ്ട്, അവന്റെ പേര് ഏലിയ. ഓ ജീസസ്. ചാകാൻ പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. ചാകാൻ പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. ഏത് അഭിഷക്തനും ഈ നിരാശ ബാധിക്കും, ഏലിയാവിന് മാത്രമൊന്നുമില്ല. അല്ലേ? എന്നോട് ചോദിച്ചാൽ എത്രയോ തവണ നിരാശപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പ്രസംഗിക്കുന്നില്ല, ഇനി പ്രസംഗിക്കുന്നില്ല, ഇനി സാവയൊന്നും വേണ്ട, എവിടെയും ട്രാക്ക് കൊടുത്താലും വിശാലമല്ല ചെയ്യാനും എന്ന് പറഞ്ഞ് എത്രയോ സന്ദർഭങ്ങൾ എല്ലാ അഭിഷക്തന്മാർക്കും നിരാശ ഉണ്ടായിട്ടുണ്ട്. ആമേൻ. വലിയ കാര്യം പറഞ്ഞ പൗലോസിന് പോലും നിരാശ ഉണ്ടായിട്ടുണ്ട്. പൗലോസ് പറയുന്നത് ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാണ് എന്ന് പൗലോസ് പറയുന്നു. പൗലോസിന് പോലും നിരാശ ഉണ്ടായിട്ടുണ്ട്. ഓ ജീസസ്. ഏലിയാവിനും ഉണ്ടായി നിരാശ. ചാകാൻ പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. പക്ഷെ അവിടെ ഒരു വ്യത്യാസം. ഓ ജീസസ്. മരണം കാണാതെ ദൈവം എടുക്കാൻ പ്ലാൻ ചെയ്തവൻ ചാകാൻ കിടക്കുക. മരണമില്ലാതെ എടുത്തോടെ പോകാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുക. ഈ പുള്ളി ചാകാൻ കിടക്കുക. പുള്ളി പറഞ്ഞ മതി കർത്താവേ മതി, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല, എന്നെ പെട്ടെന്ന് എടുത്തു. കർത്താവ് ചെയ്യുന്ന വിലാപ്പുറത്ത് തട്ടി ആമേ തുരുത്തിയിലെ വെള്ളവും അടയും കൊടുത്തിട്ട് അവനെ ഓടിച്ചു. 40 ദിവസം ഓടിച്ചവനെ കൊണ്ടിരുത്തിയത് എവിടെ അറിയാമോ? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്. ഏതാ ഈ ഹോരേബ് എന്നറിയാം? അവിടെ നമ്മുടെ മോശ കയറി ഇരുന്ന 40 ദിവസം അവിടെ പോയി ഇരിക്കുക. ഏലിയാവ് ഒരു ഗുഹക്കകത്ത് ഏലിയാവ്. പാറകളെ കീറിയ ഒരു കാറ്റ്, അതിൽ യഹോവ ഇല്ലായിരുന്നു. കൊടുമുഴക്ക്, അതിൽ യഹോവ ഇല്ലായിരുന്നു. എന്നാൽ ഒരു മൃദു സ്വരം അതിലവനുണ്ടായിരുന്നു. ജീസസ്. ഏലിയാവിന്റെ മുമ്പിലൂടെ ആ മഹത്വം കടന്നു പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏലിയാവ് പുതപ്പെടുത്ത് മുഖത്തിട്ട്. ജീസസ്. വലതുവശം മോശം മഹത്വത്തെ നോക്കിയതുപോലെ ഏലിയാവ് മഹത്വത്തെ നോക്കിയായിരുന്നെങ്കിൽ പഴയ നിയമ ചരിത്രത്തിൽ ഒരുത്തന്റെ കൂടെ ത്വക്ക് പ്രകാശിച്ചെന്ന് എഴുതി വെച്ചേനെ. പക്ഷെ ഏലിയാവ് മഹത്വത്തെ നോക്കിയില്ല, പകരം പുതപ്പെടുത്ത് മുഖത്തേക്ക്. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയും. മോശയ്ക്ക് മുഖത്ത് കിട്ടി, ഏലിയാവിന് പുറത്ത് കിട്ടി. മോശയ്ക്ക് മുഖത്ത് കിട്ടി, ഏലിയാവിന് പുറത്ത് കിട്ടി. ഓ, രീതി അങ്ങ് മാറി. ഇന്ന് രാത്രി പുതപ്പിന്റെ അകത്ത് തേജസ്സിന്റെ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിനക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയത്തില്ല. താഴ്വരകൾ നിന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാം. ഓ ജീസസ്. വെളിപ്പാടുണ്ടായിട്ടും ശുശ്രൂഷയുണ്ടായിട്ടും വാഗ്ദത്തമുണ്ടായിട്ടും നിയോഗമുണ്ടായിട്ടും അഭിഷേകമുണ്ടായിട്ടും ഇതുവരെ ആരുടെയും കണ്ണിൽ നീ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുക. തേജസ്സിന്റെ പുതപ്പിന്റെ കൈമാറ്റം ഈ രാത്രി നിന്നിൽ സംഭവിച്ചാൽ താഴ്വരകൾ നിന്നെ തിരിച്ചറിയാൻ പോവുക. ചില അഭിഷക്തന്മാർ താഴ്വരകളിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ പോകും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ അഭിഷക്തന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അത് പിടിക്കാമെങ്കിൽ പിടിച്ചോ. താഴ്വരകൾ നിന്നെ തിരിച്ചറിയാൻ പോവുക. ഇനിയും നിന്നെ ഒതുക്കി വെക്കാൻ താഴ്വരകൾക്ക് കഴിയത്തില്ല. തേജസ്സുള്ള പുതപ്പ്. ഇന്ന് രാത്രി ഞാൻ എന്റെ ഒരു കുറച്ച് ടെസ്റ്റിമണി പറയാം. ടെസ്റ്റിമണിയോട് എനിക്ക് പൊതുവിൽ താല്പര്യമില്ല എങ്കിലും ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറയാം. സ്തോത്രം. സ്തോത്രം 99 BD ഗ്രാജുവേറ്റ് ചെയ്തു. 99 സ്തോത്രം. ഞാൻ 4ാം തലമുറ പെന്തക്കോസ്തുകാരൻ. എന്റെ വല്യപ്പച്ചൻ ഈ അമ്മയ്ക്ക് രക്ഷിക്കപ്പെട്ടത്. അന്ന് എന്റെ വല്യപ്പച്ചന് 6 മാസം പ്രായമുള്ളൂ. എന്റെ വല്യപ്പച്ചന് 6 മാസം പ്രായമുള്ളപ്പോൾ എന്റെ വല്യമ്മയ്ക്ക് രക്ഷിക്കപ്പെട്ടത്.
2 വർഷത്തിന് മുമ്പ് എന്റെ അപ്പച്ചൻ മരിച്ചു 91-ാമത്തെ വയസ്സിൽ. അർത്ഥാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് 90 വർഷമായി. ഹലോ, 4ാം തലമുറ പെന്തക്കോസ്തുകാരനാണ് ഞാൻ. വല്യപ്പച്ചൻ, അമ്മച്ചി, വല്യപ്പച്ചൻ, എന്റെ പപ്പ, ഞാൻ 4 തലമുറയാണ്. സ്തോത്രം. ഈ ഇതിലെ കളിച്ചു നടക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ചർച്ചിന്റെ ഫ്രണ്ടിൽ കളിച്ചു നടന്നപ്പോ അന്ന് പരിശുദ്ധാത്മാവ് എന്നെ നോക്കി പറഞ്ഞു, ദൂത, നിന്നെ ഞാൻ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അയക്കും. ഓ സ്തോത്രം. ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് സെമിനാരിയിലെത്തി 99 BD ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഞാൻ ഓർത്തി, ഇപ്പം രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോകും. ഒരുത്തരം വിളിച്ചില്ല, എങ്ങും പോയില്ല. ഹലോ, സ്തോത്രം. 2007 വരെ സ്തോത്രം 1-2 ബൈബിൾ കോളേജുകളിലൊക്കെ പഠിപ്പിച്ച് സ്തോത്രം ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററായിട്ട്. സത്യത്തിൽ ഈ ശാസ്താംകോട്ട എന്ന് പറയുന്നത് എനിക്ക് ശാസ്താംകോട്ടയുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടല്ല. സ്തോത്രം. എന്റെ വീട് ശാസ്താംകോട്ടയല്ല, എനിക്കവിടെ കാര്യമില്ല, എനിക്കവിടെ വീടില്ല. പിന്നെ ഈ ശാസ്താംകോട്ട എന്ന് പേര് വരാൻ കാരണം അവിടുന്ന് പ്രസംഗം തുടങ്ങിയതുകൊണ്ട് നാട്ടുകാർ തന്ന പേരാ. മാറ്റാൻ പല പ്രാവശ്യം നോക്കിയിട്ട് പരാജയപ്പെട്ടത് കൊണ്ട് മാറ്റാതെ വെച്ചേക്കുക. ഹല്ലേലൂയ. ശാസ്താംകോട്ട ചർച്ചക്കോടിന്റെ പാസ്റ്ററായിരിക്കുന്ന കാലത്ത് 2007 ജൂൺ മാസം 3-ാം തീയതി എന്റെ രാത്രി സമാപിച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രി, വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ നീണ്ടുപോയ ഒരു ആരാധന. അതാ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സെക്കൻഡ് അനോയിന്റിങ് അവിടെയാ വെളിപ്പെട്ടത്. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു അന്ന് എന്റെ മേൽ തേജസ്സിന്റെ പുതപ്പ് വീണത്. ഓ, താഴ്വരകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. താഴ്വരകൾ എന്നെ തിരിച്ചറിയും. ആ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പറയാം, ഇന്ന് രാത്രി തേജസ്സിന്റെ ഒരു പുതപ്പ് നിന്റെ മേൽ വീണാൽ താഴ്വരകൾ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ. ഓ ജീസസ്. ഈ പുതപ്പം പ്രാപിച്ച് അപ്പന്റെ 12 കാളയും കൂട്ടിക്കൊണ്ട് വയലിൽ നിന്ന് ഒരുത്തൻ ഉള്ളയിടത്തോട്ട് ഏലിയാവ് വരികയാ. ഇന്ന് രാത്രി ഞാൻ അവിടെ ദൂത് പറയാം. അപ്പന്റെ 12 കാളയെ പൂട്ടുന്ന എലീശ. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ആ കാലത്ത് ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. മഴ പെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. എല്ലാവരും കാളയുള്ളവരായിരുന്നു. കാളയുള്ളവരെല്ലാം കാളയെ വിറ്റ് കുതിരയെ വാങ്ങുന്ന ഒരു കാലഘട്ടം. കാരണം ക്ഷാമകാലത്ത് കാളയല്ല ആവശ്യം, ക്ഷാമകാലത്ത് കുതിരയാണ് ആവശ്യം. എന്തിനാ കുതിര? ദൂര സ്ഥലത്ത് പോയി ധാന്യം കൊള്ളണമെങ്കിൽ കാളെ പോരാ, കുതിര വേണം. കാളയുള്ളവരെല്ലാം കാളെ വിറ്റ് കുതിര വാങ്ങുന്ന കാലത്ത് ഒരൊറ്റ ചെറുക്കൻ മാത്രം കാളയെ വളർത്തുകയാണ്. ആളുകൾ പറഞ്ഞു, എലീശയെ നിന്നെ പോലെ ഒരു ഭ്രാന്ത്. എടാ, കുതിരയല്ല ഇപ്പൊ ആവശ്യം. കാളയൊന്നിന് മഴ പെയ്യാത്തിടത്ത്, കൃഷി ചെയ്യാൻ പറ്റാത്തിടത്ത് ഇവിടെ നിനക്ക് എന്തിനാ ഈ കുതിര, ഈ കാള എന്തിനാന്ന് ചോദിച്ച സമയത്ത് എലീശ പറഞ്ഞൊരു ദൂതുണ്ട്. എലീശ പറഞ്ഞ വാക്കിത, ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിൽ എന്നും മഴ പെയ്യിക്കാതിരിക്കത്തില്ല. ഒരിക്കൽ ഇസ്രായേലിൽ മഴ പെയ്യും. അന്ന് കുതിരയല്ല ആവശ്യം, അന്ന് കാളയ ആവശ്യം. ഒരു മഴയെ ഞാൻ കാത്തിരിക്കുന്നു. യെസ്, ഒരു മഴ പെയ്തു കണ്ടോ, ഒരു മഴ പെയ്തു. ആഹാബിന്റെ രഥത്തിന്റെ മുന്നിൽ ഏലിയാ ഓടിക്കഴിഞ്ഞിട്ട് പെയ്ത ഒരു മഴയുണ്ട്. ആദ്യത്തെ മഴയിൽ അവിടുത്തെ വിദ്വാൻമാരെല്ലാം വയലിന്റെ കരയിൽ കുതിരയെ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അപ്പന്റെ 12 കാളയെ വളർത്തിക്കൊണ്ടിരുന്ന ഒരുവൻ 12 കാളയെ വയലിൽ ഇറങ്ങിയിട്ട് ഏറ്റവും പിന്നിൽ 12ാമത്തെ 7 കാളയെ പൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ രാത്രി നീ പ്രാപിച്ച ദർശനത്തെയും നീ പ്രാപിച്ച വെളിപ്പാടിനെയും ഭ്രാന്താണെന്ന് വിളിക്കുന്ന നിന്റെ വീട്ടുകാരുടെയും നിന്റെ നാട്ടുകാരുടെയും നിന്റെ ചുറ്റുപാടുള്ളവരുടെ മുന്നിൽ ഈ രാത്രി പൗലോസ് പറഞ്ഞതുപോലെ പറ, സ്വർഗീയ ദർശനത്തിൽ ഞാൻ അനുസരണം കാണിക്കുന്നില്ല. ഈ രാത്രി അങ്ങനെ ആത്മാവിൽ ഒന്നിച്ചു നിൽക്കുക. ഈ രാത്രി നിനക്കൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ രാത്രി നിന്നെ നോക്കി ഞാൻ പ്രവചിക്കാം, ഈ കാലഘട്ടത്തിൽ തേജസ്സിന്റെ പുതപ്പിന്റെ ഒരു കൈമാറ്റം ഈ കാലഘട്ടങ്ങളിൽ ഒന്നിൽ നടക്കുമെങ്കിൽ നീ അറിയാതെ അത് സംഭവിക്കത്തില്ല. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചാണ്. ഈ അഭിപ്രായം ഞാൻ അറിയാതെ ആ കൈമാറ്റം നടക്കത്തില്ല, ഞാൻ അറിയാതെ ആ കൈമാറ്റം നടക്കത്തില്ല. ഓ, നിന്നെ ചിലപ്പോ ആരും അറിയുന്നില്ലായിരിക്കും, പക്ഷെ കർത്താവിന് നിന്നെ അറിയാം. ഈ തേജസ്, ഇത് യേശുവിന്റെ മുഖത്ത് ഇത് വെളിപ്പെട്ടത്, അത് തന്നെ നമ്മുടെ അകത്ത്. മോശയ്ക്ക് മുഖത്ത് കിട്ടിയത്, ഏലിയാവിന് പുതപ്പിൽ കിട്ടിയത് എനിക്ക് മുഖത്തുമല്ല, എനിക്ക് പുതപ്പിലുമല്ല, എനിക്ക് അകത്താണ്. ഇതാ വർത്തമാനകാല മഹത്വം, ഇതാ വർത്തമാനകാല മഹത്വം, ഇതാ വർത്തമാനകാല മഹത്വം. ഈ മഹത്വം, വർത്തമാനകാല മഹത്വം ചുമക്കും, എന്നാൽ ഭാവികാലം മഹത്വം നീ പ്രാപിക്കും.
എല്ലാവരും ഉണ്ടവിടെ? ഇതാ വർത്തമാനകാല മഹത്വം. വേഗം ഞാൻ ഭാവികാല മഹത്വത്തിലേക്ക് വരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, പൗലോസ് എവിടെ പോയി? മൂന്നാം സ്വർഗത്തോളം. ഏത് സ്വർഗം? ഏത് സ്വർഗം? ഒന്നുകൂടെ പറ. ഈ മൂന്നാം സ്വർഗം എന്ന് പറയും. അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാം സ്വർഗത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഈ രണ്ടാം സ്വർഗം മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് അസാധാരണമായ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കിട്ടും. നമ്മൾ പറയുന്നത് പാർസീദേശത്തിന്റെ പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥനയെ ബന്ധിച്ചതുപോലെ പ്രാർത്ഥനയെ ബന്ധിച്ച് പോരാടി. വല്ല അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. ഏത് പ്രഭു ബന്ധിച്ചെന്ന് ഈ പറയുന്നത്? പ്രാർത്ഥനയെ ഒരു ദേശത്തിനും ബന്ധിക്കാൻ കഴിയത്തില്ല. പിന്നെ അന്ന് ബന്ധിച്ചതോ? അന്ന് അതിനുള്ള പരിപാടിയൊക്കെ പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിശാചിന്റെ സ്വതന്ത്രം. കൊലോസിലെ 2-15 വാക്യം വായിക്കുമ്പോൾ കാൽവരി കയറി ആയുധവർഗം വെപ്പിച്ചു. അതുവരെ വെച്ചിട്ടില്ലായിരുന്നു. അവന്റെ കയ്യിലായിരുന്നു ഈ സാധനം. ഏതാ? അന്ന് പ്രാർത്ഥനയെ തടയാമായിരുന്നു. ഇപ്പോ ആയുധവർഗത്തെ എന്ത് ചെയ്തു? ആയുധവർഗത്തെ എന്ത് ചെയ്തു? വെപ്പിച്ചു. ഒന്നിച്ച് പറഞ്ഞു, വെപ്പിച്ചു. ആയുധവർഗത്തെ ഇനിയിപ്പോ പ്രാർത്ഥനയൊന്നും തടയാൻ പറ്റത്തില്ല. ഇനി പിശാച് ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വായി തുറന്നു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം 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 കൊണ്ടാടി. ദാനിയേലിന്റെ പ്രാർത്ഥന നടന്നത് ഈ കൊണ്ടാടുന്നതിന് മുൻപാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കൊണ്ടാടിയതിന് ശേഷമാണ്. ഇപ്പോൾ ആയുധം അവന്റെ കയ്യിലില്ല, അധികാരം അവന്റെ കയ്യിലില്ല. അത് യേശുവിന്റെ കൽപ്പനയാണ്. ഇതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ രണ്ടാം സ്വർഗം മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ വിഭാഗമുണ്ട്. ഒന്ന് കാണിച്ചത് കാശിനെ. വെളിപ്പാട് പുസ്തകം 8-3 വാക്യം. വേഗം തന്നെ വെളിപ്പാട് പുസ്തകം 8-3 വാക്യം. നമ്മുടെ പ്രാർത്ഥനയിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. എവിടെയാ? സ്വർഗത്തിലെ കാര്യമാണ്. സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. അടുത്തത്, സിംഹാസനത്തിന്റെ മുന്നിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടും ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗവും അവന് കൊടുത്തു. 3 വാക്യം. സ്തോത്രം. അപ്പൊ ദൂതന്റെ കയ്യിൽ എന്തുണ്ട്? 3 വാക്യം. ദൂതന്റെ കയ്യിൽ എന്തുണ്ട്? എന്തുവാ? സഹോദരിമാര് വാദമെന്ന് പറഞ്ഞേ. ഞാൻ ഒരിക്കൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ CPM-ന്റെ ഏരിയ സമ്മേളനത്തിന്റെ അകത്തായി പോയി. കുട്ടി സഖാക്കന്മാരെല്ലാം കൂടെ മുദ്രാവാക്യം വിളിക്കുന്ന കണ്ട് എന്റെ ചങ്ക് കലങ്ങിപ്പോയി. പുന്നപ്പറയുടെ വയലാറിൽ, കയ്യൂരിൽ, വെള്ളൂരിൽ ഞങ്ങൾക്കായി മരിച്ചവരെ, ഇഞ്ചിഞ്ചായി മരിച്ചവരെ, നിങ്ങളെങ്കിലും ചോരയിൽ മുക്കിയ ചെഞ്ചോരക്കുടി പാറിക്കും ഭാരതമാകെ പാറിക്കുമെന്ന് മുട്ടിച്ചുരുട്ടി ആകാശത്തോട് എറിഞ്ഞ് കുട്ടി സഖാക്കന്മാർ ആ ആവേശത്തോടെ പറയുന്ന മുദ്രാവാക്യം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പെന്തക്കോസ്ത് സഭയാ ഓർമ്മ. ഓ സ്തോത്രം. പുന്നപ്പറയിലും വയലാറിലും കയ്യൂരിലും കൈവെള്ളൂരിലും ചിന്തപ്പെട്ട രക്തത്തിന്റെ ആവേശത്തിലായി ഇവരെ ഊറ്റി ചുരുട്ടി എറിയുന്നത്. ഇവിടെ തൊണ്ടകീറി കൃപഭാവിക്ക് അഭിഷക്തൻ ആത്മാവിന്റെ വെളിപ്പാട് പറയുമ്പോ വാതുറന്നൊരു സ്തോത്രം പറയാൻ നീ സഭയ്ക്ക് അപമാനം. വാതുറന്നൊരു നല്ല ആരോഗ്യമാണ്. കിട്ടാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ കഴിയില്ല. അപ്പൊ ദൂതന്റെ കയ്യിൽ എന്താ ഉണ്ട്? സ്വർണ്ണ ധൂപകലശം. ഈ ധൂപകലശത്തിനകത്ത് എന്താ ഉണ്ട്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്നതിന്റെ കണക്ക് ഇവിടെ ആരുടെ കയ്യിലും കാണത്തില്ല. നീ പ്രാർത്ഥിക്കുന്നതിന്റെ കൃത്യ കണക്ക് ദൂതന്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ ഒരു ഓഫീസിൽ റാക്കുകളിൽ ഫയലുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകളും ഒന്നും വേസ്റ്റ് ആകാതെ ദൂതൻ കരത്തിൽ വഹിക്കുന്ന സ്വർണ്ണ ധൂപകലശങ്ങളുടെ അകത്തേക്ക് പോവുകയാണ്.
നിന്റെ കണ്ടടങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളി വീഴുന്നത് നിന്റെ വസ്ത്രത്തിലല്ല, നീ ഇരിക്കുന്ന പായിലല്ല, നീ കിടക്കുന്ന കിടക്കയിലല്ല. അത് വീഴുന്നത് ദൂതന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ ധൂപ കലശത്തിന്റെ അകത്ത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ആക്കി വെക്കണമേ. നീ പറയുന്നത് വർഷങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു ഗുണവുമില്ല. നീ പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയും വൃഥാവായിട്ടില്ല. നീ പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനയും ധൂപകലശങ്ങളുടെ അകത്താണ്. ഞാൻ പറയാം, ഇവിടെ ഒരു ഓഫീസിൽ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഫയൽ സൂക്ഷിക്കുമെങ്കിൽ സ്വർഗത്തിൽ എന്ത് സിസ്റ്റം ആയിരിക്കും. മനോജ് പാസ്റ്ററുടെയും റജി പാസ്റ്ററുടെയും ലാളിച്ചാന്റെയും ജോജോ ബ്രദറിന്റെയും മറ്റും പേരെഴുതിയ ധൂപകലശങ്ങൾ സ്വർഗത്തിൽ നമ്മുടെ മാത്രം ഏരിയകളിൽ ദൈവം സൂക്ഷിച്ചു വെച്ചേക്കുക. വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ മറുപടിയില്ല. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേ? കർത്താവ് പറഞ്ഞു, എടാ സ്വർഗത്തിലുണ്ടടാ. എവിടാ? നമ്മുടെ പേരെഴുതി, നമ്മുടെ റോൾ നമ്പർ എഴുതി സ്വർഗത്തിൽ ദൂതന്മാർ അധിവസിക്കുന്ന ഇടത്ത് ദൈവം സൂക്ഷിച്ചു വന്നിരിക്കുക. ഈ പ്രാർത്ഥനയുടെ മറുപടി പുറപ്പെടേണ്ടുന്ന സമയമാകുമ്പോൾ കൃത്യമായി ദൂതൻ ചെന്ന് നിന്റെ പേരെഴുതിയ നിന്റെ റോൾ നമ്പറുള്ള ഈ ധൂപകലശം കയ്യിൽ എടുത്തിരിക്കും. അടുത്തറിയാം, സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് ഇപ്പൊ ഇതിനകത്ത് എന്താ ഉണ്ട്? ഇതെന്തുവാ? വിശുദ്ധന്മാരുടെ ഈ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് ദൈവം ഇപ്പൊ എന്താ കൊടുത്തു? അപ്പൊ ഇതിലിപ്പോ എന്തൊക്കെയുണ്ട്? പ്രാർത്ഥനയും ധൂപവർഗവും. അടുത്തത് 4-ാം വാക്യം. അമ്മ ധൂപവർഗം ഇട്ടുടനെ വിശുദ്ധന്റെ പ്രാർത്ഥനയകത്ത് ധൂപവർഗം കീർത്തിയാൽ അടുത്ത പരിപാടി ഇത് പുകയുക എന്നുള്ളതാണ്. നമ്മുടെ പുകയല്ല. പ്രാർത്ഥനയും സ്വർഗത്തിന്റെ ധൂപവർഗം കൂടെ ചേരുമ്പോൾ ഒരു പുകയാണ്. ഇതങ്ങോട്ട് പുകഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ത് ചെയ്യുന്നറിയോ? ദൂതന്റെ കയ്യിൽ ഇതുവരെയുള്ള ദൂതന് കേട്ടോ, ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ദൈവസന്നിധിയേക്കാൾ താഴ്ന്ന ഒരിടത്താണ് ദൂതൻ നിൽക്കുന്നത്. അപ്പൊ ദൂതന്റെ കയ്യിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു? പറ. ദൈവസന്നിധിയിലോട്ട്, കമോൺ, ദൈവസന്നിധിയിലോട്ട് ഒന്നിച്ച, ദൈവസന്നിധിയിലോട്ട്. വർഷങ്ങളായി നീ പ്രാർത്ഥിച്ചിട്ട പ്രാർത്ഥന, വർഷങ്ങളായി നീ ഉപവസിച്ച ഉപവാസങ്ങൾ, വർഷങ്ങളായി നീ നിലവിളിച്ച നിലവിളികൾ, നീ പറയുന്നു അയ്യോ ദൈവം കേട്ടില്ല, എന്റെ ദൈവം വിളിച്ചിട്ടില്ല എന്ന് വരെ ചോദിച്ച സമയങ്ങൾ, എന്റെ മേൽ പകർന്ന ആത്മാവ് കൃത്യമല്ലേ എന്ന് ചോദിച്ച സന്ദർഭങ്ങൾ. നോ, ഇതവിടെ ഉണ്ടെന്ന് കൃത്യമായി ദൈവസന്നിധിയിലൂടെ കയറി. അടുത്തത് കയറി 5-ാമത്തെ വാക്യം. ദൂതൻ ധൂപകലശം എടുത്തു. ദൂതൻ നേരെ മുകളിൽ ചെന്നു. അടുത്തത് ദൂതൻ ധൂപകലശം എടുത്തു. അടുത്തത് എന്ത് ചെയ്തെന്ന് അറിയാമോ? യാഗപീഠത്തിന്റെ കനൽ നിറച്ചു. എവിടെ? ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? വിശുദ്ധന്റെ പ്രാർത്ഥന, ധൂപവർഗം, യാഗപീഠത്തിന്റെ കനൽ. എന്തോ യാഗപീഠത്തിന്റെ കനൽ. എല്ലാവരും പറഞ്ഞു യാഗപീഠത്തിന്റെ കനൽ. എന്റെ അച്ഛ, യാഗപീഠത്തിന്റെ കനൽ ഒരു ഒന്നര സംഭവം. യാഗപീഠം കണ്ട 2 പുള്ളികളുണ്ട്. ഒരാള് യോഹന്നാൻ, വേറൊരാള് യെശയ്യാവ്. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി ഒരൊറ്റ നിലവിളിയ, അയ്യോ ഞാൻ നശിച്ചു, ശുദ്ധിയില്ല തടരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഉടനെ ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? യാഗപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് ഒരു കനലെടുത്ത് യെശയ്യാവിന്റെ നാവിൽ തുടിച്ചു. അപ്പം അവൻ യോഹന്നാൻ യാഗപീഠം കണ്ടു, യെശയ്യാവും യാഗപീഠം കണ്ടു. യെശയ്യാവ് കണ്ട യാഗപീഠത്തിന് കനലുണ്ടായിരുന്നു, യോഹന്നാൻ കണ്ട യാഗപീഠത്തിലും കനലുണ്ട്. ജീസസ്.
ഒരു കാര്യം ഞാൻ പറഞ്ഞു, കടലിന്റെ സ്പർശനം, തീയുടെ സ്പർശനം എവിടെ തൊട്ടാലും അത് അസാധാരണ വിടുതലായി മാറും. ഓ, ഇന്ന് രാത്രി പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. ഞാൻ പറഞ്ഞത് കയ്യിൽ കെട്ടി. ഞങ്ങളുടെ നാട്ടിലെ വസ്ത്രരീതി എന്നൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ വസ്ത്രരീതി എന്നൊക്കെ പറയുന്നത് സ്റ്റിഫാൻ ഷൈനൊക്കെ മുക്കി, പിന്നെ വെള്ളമൊക്കെ അങ്ങോട്ട് കുടഞ്ഞ് തേപ്പുകാരനെ കൊണ്ട് വൃത്തിയായിട്ട് അങ്ങോട്ട് തേപ്പിച്ച് ഷർട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഹാങ്കറെ തൂക്കി ഇട്ടിരിക്കുന്നത് പോലെ അച്ഛൻ്റെ ദേഹത്ത് ഷർട്ട് കിടക്കുന്നത്. ഇതുകൊണ്ടൊക്കെ വന്നിരുന്നൊന്ന് കൈയടിക്കി ആരാധിക്കുക എന്നൊക്കെ പറയുന്നത് അച്ഛനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇന്ന് രാത്രി ഹാങ്കറെ ഷർട്ടിട്ടോണ്ട് ഇവിടെ ആരും ഇരിക്കണ്ട. പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ കരം തട്ടി ഈ രാത്രി അതൊക്കെ സ്വീകരിക്കോ. അഗ്നിയുടെ സ്പർശനം, അഗ്നിയുടെ സ്പർശനം, അതുകൂടെ അഗ്നിയുടെ സ്പർശനം യെശയ്യാവിന്റെ അന്തരത്തിൽ തൊട്ടപ്പോ സാധാരണ പ്രവാചകനല്ല. പിന്നെ എന്റെ മനോനിവാസിലെ യെശയ്യാവ് പറഞ്ഞ 6-ാം അധ്യായത്തിൽ നിന്ന് ചാടി 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ എന്നാ പ്രവചനമെന്നറിയോ? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവനാമോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ പേർ വിളിക്കവരും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം. നിന്റെ നാവിൽ ഒരു അഗ്നിയുടെ സ്പർശനം വരുന്നുണ്ട്. നിന്റെ നാവിൽ ഒരു അഗ്നിയുടെ സ്പർശനം വരുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ പ്രസംഗ രീതിയാണ്, നിന്റെ വെളിപ്പാടിന്റെ ശൈലിയാണ്. യെശയ്യാ 53 യെശയ്യാ പറയുന്നുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ വൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, ധരിക്കപ്പെട്ടവരായി വ്യസന മാത്രമായി എന്ന് തുടങ്ങി അങ്ങോട്ട് നോയിക്കേ. അവൻ താഴ്ച ഭരിച്ച ദാസൻ കാൽവരിയുടെ മലമുകളിൽ അനുഭവിക്കുന്ന മുഴുവൻ തകർച്ചകൾ എഴുതി വെച്ചവൻ ആര്? അഗ്നിയുടെ സ്പർശനം അകലത്തിന് പ്രാപിച്ച യെശയ്യാവ്. രാത്രി നിന്നെ തൊടുവാൻ ദൂതന്മാർ കടലുകളുമായി ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി അകലെ തുറന്ന് ആത്മാവിനോട് പ്രതികരിച്ച ഈ രാത്രി നിന്നെ അകലത്തിന്റെ തൊടുവാൻ യാഗപീഠത്തിന്റെ കടലുകളുമായി ഈ രാത്രി ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ നിറങ്ങളാണ്, നിന്റെ ശൈലികളാണ്, നിന്റെ വീടുകളാണ്. ഈ രാത്രി ഇതിന്റെ വഴികൾ സഹായിക്കുന്നു. അവിടെ രീതി മാറിയിട്ടുണ്ട്, അവിടെ ശൈലി മാറിയിട്ടുണ്ട്. യെശയ്യാവിനെ ഈ തീ തൊട്ടു. യെശയ്യാവ് കണ്ട അതേ യാഗപീഠം യോഹന്നാൻ 8-ാം അധ്യായത്തിൽ കാണുന്ന യാഗപീഠം. പക്ഷെ മലനിവാസ തീ തമ്മിൽ വ്യത്യാസമുണ്ട്. യെശയ്യാവ് കണ്ട തീയും യോഹന്നാൻ കണ്ട തീയും വ്യത്യാസമുണ്ട്. യെശയ്യാവ് കണ്ട തീ യാഗം നടക്കാത്ത തീയാണ്. സ്വർഗത്തിൽ യാഗപീഠമുണ്ട്, തീയുണ്ട്, പക്ഷെ യാഗം നടന്നിട്ടില്ല. യോഹന്നാൻ കണ്ട യാഗപീഠം സെയിം യാഗപീഠമാണ്, തീക്ക് വ്യത്യാസം. ഈ യാഗം നടന്ന യാഗപീഠം ഏത് യാഗമാണെന്നറിയോ? ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഒരേ സമയത്ത് മഹാപുരോഹിതനും അപ്പോൾ തന്നെ ആമേൻ യാഗവുമായി തീർന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ യാഗമായി തീർന്ന അഭിഷക്തമാരെ കേക്ക്. യാഗം നടക്കാത്ത യാഗപീഠത്തിന്റെ സ്പർശനം യെശയ്യാവിന്റെ ആദരത്തെ തൊട്ടപ്പോൾ യെശയ്യാവിന് അത്രയും മാറ്റം ഉണ്ടായെങ്കിൽ യേശുവിന്റെ ശരീരം യാഗമായി തീർന്ന യാഗപീഠത്തിന്റെ കനല് ഇന്ന് രാത്രി എന്നെയും നിന്നെയും ഒന്ന് തൊട്ടാൽ ഇന്ന് രാത്രി എന്താ സംഭവിക്കുന്നത് ഉള്ള ചരിത്രത്തിൽ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഈ രാത്രി വായി എന്നെയൊന്ന് തൊടരുത്. ഈ കനലാണ് ഇപ്പോ ഇതിനകത്ത് നിറച്ചേക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥന, ധൂപവർഗം, യാഗപീഠത്തിന്റെ കനല്. ആമേൻ. അത് കഴിഞ്ഞ് ദൂതനെടുത്ത് എന്താ ചെയ്തറിയോ? ഇതെടുത്ത് ഭൂമിയിലേക്ക് പിടിച്ചോ, ഇതെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതിന്റെ മേലെ പ്രാർത്ഥനയുടെ മറുപടി, ഇതിന്റെ മേലെ പ്രാർത്ഥനയുടെ
ഇത് ഒരു പിശാചിനും തടയാൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനെ അകമ്പടി സേവിക്കുന്ന 2-3 സംഭവം. ഏതിനോടൊപ്പം? ഇതിനോടൊപ്പം എന്തൊക്കെ വരിക? നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന 4 സാധന: ഇടിമുഴക്കം, നാദം, മിന്നൽ, ഭൂകമ്പം. എടാ, ഇതിനെ പൊട്ടിക്കാൻ ഏത് പിശാചിനാ പറ്റുന്നത്? എന്തോ ചെയ്യാൻ മനസ്സിലാകാതെ ഞാൻ എന്തോ ചെയ്യാൻ ഇവിടുത്തെ മോഹിൽ മാത്രമാണെങ്കിലും കോഴിത്തലക്കകത്ത് ചെയ്താലും, കേൾക്കുന്നുണ്ടോ? കോഴിത്തലക്കകത്ത് ചെയ്താലും, കുരുതി കഴിച്ച് ചെയ്താലും, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് തിരിനിറഞ്ഞ് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ചലിച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷ മണ്ഡലത്തിൽ പറയാം, ഒരു ദുരന്ത വ്യാപാരത്തിനും ഈ രാത്രി കഴിയത്തില്ലെന്ന്. കേട്ടോ, പ്രാർത്ഥന വീരന്മാർ ഇവിടെ ഉണ്ടോ? കണ്ണുനീർ ഒഴിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടോ? നിന്റെ കണ്ണുനീര് വൃഥാവല്ലെന്ന് നിനക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആത്മമണ്ഡലത്തിൽ എന്തായിരുന്നു രാത്രി സംഭവിക്കുന്നത് അറിയാമോ? ചില ധൂപകലശങ്ങൾ ഈ രാത്രി ദൂതന്മാർ തിരികെ ഭൂമിയിലെ കെറിയാൻ പോവുകയാണ്. പ്രാർത്ഥനകളിൽ ധൂപകലശങ്ങളുടെ അകത്ത് യാഗപീഠത്തിന്റെ കനം നിറച്ച് ഈ രാത്രി ദൂതന്മാർ തിരികെ എറിയുക. നിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനകളിൽ തീ നിറച്ച തിരികെ ഭൂമിയിലേക്ക് ഈ രാത്രി പ്രവേശിക്കുക. ഇല്ലാതെ തടയാതൊരു സ്വാധീന കഴിയത്തില്ല. രാത്രി ചിലത് പൊടിയുന്നു, ഇന്ന് രാത്രി ചിലത് പൊടിയുന്നു, ഇന്ന് രാത്രി ചിലത് പൊടിയുന്നു, ഇന്ന് രാത്രി ചിലത് പൊടിയുന്നു, ഇന്ന് രാത്രി ചിലത് പൊടിയുന്നു. ഈ രാത്രി എനിക്ക് നിങ്ങൾക്കും ഇവിടെ നിൽക്കുന്ന എന്നെയും അവിടെ ഇരിക്കുന്ന നിങ്ങളെയും കാണാൻ കണ്ടുള്ളതുപോലെ ആത്മമണ്ഡലത്തിൽ ഈ ആകാശ മേഘങ്ങളിൽ ഇന്ന് രാത്രി എന്താണ് സംഭവിക്കുന്നതെന്ന് സാധാരണ കണ്ടുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി നമ്മൾ കാണുമായിരുന്നു. ഓ സാധാരണ മണ്ഡലങ്ങൾ ഈ രാത്രി പാടും ചിലരുന്നത്. നമ്മൾ 2ാം സ്വർഗത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, 3ാം സ്വർഗത്തിൽ കടക്കണം. എല്ലാവരും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവില്ല. ഈ രാത്രി 4 പാടേക്കും ചിലത് ചിതറുകയും ഇത് രാത്രി നമുക്ക് പ്രവചിച്ച് കൂടുവാൻ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൽ ഈ മകനം ചലിക്കുക. ഇവിടുത്തെ പ്രണാമി കാണിലല്ല ഏറ്റവും വലിയ വേഗത, ഇവിടുത്തെ ചെമ്പല്ല ഏറ്റവും വലിയ വേഗത, ഇവിടുത്തെ പ്രകാശത്തിനല്ല ഏറ്റവും വലിയ വേഗത, ഇവിടുത്തെ ഏറ്റവും വലിയ വേഗത ഉള്ള വേഗത അകത്ത് ഓടുക. ഈ രാത്രി വചനത്തിന് വേഗത കേൾക്കുന്നുണ്ടോ? വചനത്തിന് വേഗത. നീ ഇവിടെ ഇരുന്ന് കരങ്ങൾ തട്ടി ആത്മനിറവിൽ ആരംഭിക്കുമ്പോ അവൻ 3050 കിലോമീറ്റർ അകലെ നാട്ടിലുള്ളതിന്റെ പ്രശ്നത്തിന്റെ മേൽ ഈ മകനെ കയറി ചെന്ന് ഇവിടെ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെടുക എന്റെ വചനം വെറുതെ എന്റെ അടുക്കളയ്ക്ക് വളരെ വരാതെ ഞാൻ അയച്ച കാര്യം സാധിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിവർത്തിക്കുകയും ചെയ്യും. പറയുന്നത് വെറുതെ പ്രസംഗം തീർക്കാനല്ല. ആമേൻ. ചിലതിനെ വളരെ കയറി പിടിക്കുക, ചിലതിനെ ഈ വചനം കയറി ഇത് വെറുതെ പോകത്തില്ല കേട്ടോ. ഈ വചനം വെറുതെ പോകത്തില്ല. വചനം പുറപ്പെട്ട
പുറപ്പെട്ട കാര്യം സാധിപ്പിക്കാതെ ഈ വചനത്തിന് മടക്കാകില്ല. ബാക്കി നാളെ വേഗം എഴുന്നേറ്റാണ്. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഒരു ആത്മയുദ്ധമാണ്. ഈ രാത്രി ഇവിടെ നടക്കുന്ന ഒരു വലിയ ആത്മയുദ്ധമാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ തരങ്ങളും തുറന്നാട്ടെ. ഒരു വലിയ ആത്മയുദ്ധം ഈ രാത്രി ഇവിടെ സംഭവിച്ചു തുടങ്ങുന്നു. ഒരു വലിയ ആത്മയുദ്ധം ഈ രാത്രി ഇവിടെ സംഭവിച്ചു തുടങ്ങുന്നു. നിന്റെ ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല, നിന്റെ നാട്ടിലെ പ്രശ്നങ്ങളിലൂടെ സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ വചനം അതിവേഗം ഓടുന്നു, അതിവേഗം ഓടുന്നു, അതിവേഗം ഓടുന്നു. കണ്ണുകൾ അടച്ചാട്ടെ. ഈ രാത്രി പ്രതികരിച്ചു തുടങ്ങിക്കേ. ഇന്ന് രാത്രി പുറപ്പെടുന്ന വചനം ചിലതിനെ പൊട്ടിച്ചു വിടുക. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, എന്റെ വചനം തീ പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. വചനം തീയാണ്, വചനം ചുറ്റികയാണ്. തീയായ വചനം ചിലതിനെ കത്തിക്കും, ചുറ്റികയായ വചനം ചിലതിനെ പൊട്ടിക്കും. ഈ രാത്രി ഇത് രണ്ട് സംഭവിക്കും. കത്തിക്കേണ്ടതിന് വചനം കത്തിക്കും, പൊട്ടിക്കേണ്ടതിന് വചനം പൊട്ടിക്കും. കത്തിക്കേണ്ടതിന് വചനം കത്തിക്കും, പൊട്ടിക്കേണ്ടതിന് വചനം പൊട്ടിക്കും. ഈ രാത്രി കത്തേണ്ട ഏതൊക്കെയോ മേഖലകളിൽ വചനവും സ്വന്തത്തിന് യാഗപീഠത്തിലെ കടലും സമ്മേളിച്ച് ഈ രാത്രി ജനങ്ങളെ വചനം കത്തിക്കുന്നു. ഇവർ വലിയ യുദ്ധമാണ്.
എനിക്ക് വർത്തമാനകാലം മഹത്വമാണ് അനുഭവിച്ചത്. മോശയുടെ മുഖത്ത് വെളിപ്പെട്ടതുപോലെ, ഏലിയാവിന്റെ ത്വക്കിൽ, ഏലിയാവിന്റെ പുതപ്പിൽ വെളിപ്പെട്ടതുപോലെ എനിക്ക് മഹത്വം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോയിരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നയിക്കും. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോയിരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നയിക്കണം. നിൻ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ കൃപകൾ മതി ഞങ്ങൾക്ക്, നിൻ പൊന്മുഖം ഞാൻ കണ്ടിടുമ്പോൾ ദുഃഖമെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് നിന്റെ സാന്നിധ്യം മതി. വേറൊന്നിനും ചോദിക്കുന്നില്ല, വേറൊന്നിനും ചോദിക്കുന്നില്ല. എനിക്ക് നിന്റെ സാന്നിധ്യം. അതുപോലെ വിലയേറിയതായി, അതുപോലെ വില മതിക്കുന്നതായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് എനിക്ക് നിന്റെ സാന്നിധ്യം. സ്വർഗ്ഗപിതാവേ, ഇത് രാത്രി ഈ ജനത്തെ അവിടുന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്നു, സാധാരണ ജീവിതം നയിച്ച് അവസാനിക്കുവാനുള്ളതിനായി മഹത്വം പ്രാപിച്ച് പ്രിയരെ, ഈ രാത്രി വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. കൂട്ടത്തെ രണ്ടായി വിഭാഗിച്ച് ഭാര്യമാരെയും മക്കളെയും ഏറ്റവും പിന്നിൽ നടത്തി അവരുടെ പിന്നാലെ യാക്കോബിന് പോകാമായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിലും ഏശാവ് അവനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ കൂട്ടത്തെ രണ്ടാക്കി യാക്കോബ് കടവിന്റെ ഇക്കര കയറിയിട്ട് ഒരു മൽപിടുത്തത്തിന് യാക്കോബ് തയ്യാറായി. അതിന്റെ റിസൾട്ട് എന്താണ്? യാക്കോബിന്റെ അകത്തു നിന്നും ഒരു ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആ മൽപിടുത്തം ഇല്ലായിരുന്നെങ്കിലോ യാക്കോബ് ഉണ്ടാകുമായിരുന്നു, ഇസ്രായേൽ ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ന് രാത്രി അതേ ക്രമത്തിൽ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതെന്ന് അതിനകത്തോട് പറയുമ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി അവൻ രഹസ്യത്തിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില പദ്ധതികൾ, കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഈ രാത്രി നിനക്ക് വേണ്ടി അവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു തലത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു. വായിക്കൊണ്ട് പറയാം, എനിക്ക് നിന്റെ സാന്നിധ്യം. വർഷങ്ങളുടെ പഴക്കമുള്ള ആത്മീക ജീവിതം ഒത്തിരി ഞാൻ നയിച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് നിൽക്കണം, എനിക്ക് സാന്നിധ്യം. അപ്പൊ ഈ ജനത്തോട് ആ കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു, എല്ലാ കരങ്ങളും ഉയർത്തി നിങ്ങളുടെ മുൻപിലും പിന്നിലും നിൽക്കുന്ന മറ്റാരെയും കാണുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്ററെ ശ്രദ്ധിക്കണം. ജോൺ നോക്സ് പറഞ്ഞതുപോലെ സ്കോട്ട്ലൻഡിനെ എനിക്ക് തരിക, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് ജോൺ നോക്സ് പറഞ്ഞതുപോലെ നിന്റെ അക്ഷരിക സാന്നിധ്യം എനിക്കില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ചിലരുടെ കണ്ണുകൾ യാത്ര നിറഞ്ഞ് ഒഴുകി തുടങ്ങും. ചിലരെ പരിശുദ്ധിയാത്മ വളരെ ആഴത്തിൽ തുടങ്ങും. നിൽക്കുവാൻ കഴിയാത്തതുപോലെ ഒരു ആത്മ പകർച്ച ഇപ്പോൾ ഇതിന് നടുവിൽ ഇറങ്ങി തുടങ്ങും. പറഞ്ഞു തുടങ്ങി.
ചിലരുടെ കരത്തിൽ കർത്താവ് കയറി പിടിക്കാൻ പോകുന്നു. ചിലരുടെ കരത്തിൽ കർത്താവ് കയറി പിടിക്കുവാൻ പോകുന്നു. ഓ ജീസസ്, പറയുക പറയുക പറയുക, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം. ഓ ജീസസ്, touch the master, touch the Lord. ഇന്ന് രാത്രി നിന്റെ നിരാശ ഒഴുകുന്നത് ആ സാന്നിധ്യത്തിന്റെ പകർച്ചയിൽ. ഇന്ന് രാത്രി നിന്റെ തകർച്ചകൾ വഴിമാറി പോകുന്നത് ഈ സാന്നിധ്യത്തിന്റെ പകർച്ചയിൽ. പർവ്വതത്തിന്റെ പുറത്ത് ഒരുവൻ ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ താഴ്വരയിൽ യോശുവ ജയം കണ്ടു. ഈ രാത്രി മോശയുടെ കരം ഉയർത്തി പിടിച്ചിരിക്കുന്നത് പോലെ നീ കരം ഉയർത്തി പിടിച്ചിരിക്കുമ്പോൾ നിന്റെ വലതും ഇടതും കരങ്ങളിലൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യം എന്താ ചെയ്യുന്നത്? താഴ്വരകളുടെ പരാജയങ്ങൾ ഈ രാത്രി ജയങ്ങളാക്കി മാറ്റുക. ഈ കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ചിലര് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് രാത്രി എനിക്ക് നിയോഗം തോന്നുന്നു. പരിശുദ്ധാത്മ വളരെ ആഴത്തിൽ ചിലര് തൊടുന്നു, ചിലര് തൊടുന്നു, ചിലര് തൊടുന്നു. നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക, കരയണമെങ്കിൽ കരയുക, വാവിട്ട് നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. ഈ രാത്രി നീ നിലവിളിക്കുന്നത് വാഗ്ദത്തത്തിന് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് വേദിക്ക് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് ഫ്ലെക്സുകൾക്ക് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് പോസ്റ്ററുകൾക്ക് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് സമ്പത്തിന് വേണ്ടിയല്ല, നീ നിലവിളിക്കുന്നത് സാന്നിധ്യത്തിന് വേണ്ടിയാണ്. വായി തുറന്ന് പറ, എനിക്ക് സാന്നിധ്യമില്ലാതെ മാറ്റമില്ല, എനിക്ക് സാന്നിധ്യമില്ലാതെ മാറ്റമില്ല, എനിക്ക് സാന്നിധ്യമില്ലാതെ മാറ്റമില്ല. ഒരുപാട് വർഷങ്ങൾ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോയി. പക്ഷെ ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി